ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് വാഗമൺ പരുന്തുംപാറയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വാഗമൺ കുരിശുമലയിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് തങ്ങൾപ്പാറയിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് വാഗമൺ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന സ്ഥലമാണ് മൊട്ടക്കുന്ന്. അവിടാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പൈൻ വാലിയിലാണ്. ഇപ്പൊ നമ്മള് വീട്ടിലാണ്. ഇപ്പൊ ടൈം 4:41. വണ്ടി വന്ന് കിടപ്പുണ്ട്. അപ്പൊ 3 മണിക്കൂർ യാത്രയുണ്ട്. അപ്പൊ നമ്മൾ വണ്ടിക്ക് അതോടെ കയറാൻ പോവാണ്. അപ്പൊ നമ്മള് സ്ഥലം എവിടാന്ന് പറഞ്ഞില്ല. നമ്മൾ പോകുന്നത് വാഗമണ്ണിലോട്ടാണ്. ഇപ്പൊ പൊക്കോണ്ടിരിക്കുവാണ്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ വാഗമണിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ സ്ഥലമായ പരുന്തുംപാറയിലാണ്. വാഗമൺ പരുന്തുംപാറയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു രക്ഷയില്ലാത്ത കാറ്റും അതുകൊണ്ട് തണുപ്പുമാണ്. നല്ല കാറ്റുണ്ട്, അതുപോലെ തന്നെ തണുപ്പ്. ഇവിടുത്തെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇപ്പുറത്തോട്ട് വന്നേ കേട്ടോ. അവിടെ റോഡുണ്ട്. അങ്ങോട്ട് ഇറങ്ങാൻ പോയത് അഞ്ചാതി കാറ്റ് തിരിച്ചു വലിക്കുവാണ്. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഭയങ്കര കാറ്റും. ഞാൻ കാറ്റിൻ്റെ അനുസരിച്ച് പൊക്കോണ്ടിരിക്കുക. അതുവഴിയാണ് കാറ്റ് വരുന്നത്. അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. നമുക്ക് വരേണ്ട സ്ഥലം ഇതല്ല, നമുക്ക് പോകേണ്ട സ്ഥലം ഇതല്ല. അപ്പുറത്താണ്. നമ്മൾ ചുമ്മാ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇങ്ങനെ സ്ഥലം ഉണ്ടെന്ന് കേട്ട് അപ്പം അങ്ങോട്ട് വന്നത്. ഒരു രക്ഷയില്ലാത്ത പ്ലേസാണ് കേട്ടോ. നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തി ഫുഡൊക്കെ കഴിക്കും. രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. അപ്പം അവിടെ ഉള്ളൊരു സ്ഥലമാണ് ഇത് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മൾ അടുത്ത് പോകാൻ പോകുന്ന എന്തുവാന്ന് അറിയത്തില്ല കേട്ടോ. അപ്പം അമ്മ അങ്ങോട്ട് പോവാം.
തങ്ങൾപ്പാറയിലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മണ്ടയ്ക്കോട്ട് കയറാൻ പോവാണ്. അവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, തങ്ങൾപ്പാറയെന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. പിന്നെ അതുമല്ല അവിടെ രണ്ട് ഇങ്ങനെ അടക്കിയിട്ടുണ്ടെന്നും ഞാൻ ഇങ്ങനെ അറിഞ്ഞ്. വേറെ ഒരു കാര്യം കൂടെ എനിക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറാൻ പോവാണ്. ബാ. അത് നമ്മൾക്കറിയില്ല. സരിഗമപദനിസ അത് നമ്മൾക്കറിയില്ല. അറിയില്ലേൽ പറയില്ല, നുണ പറയില്ലെന്നറിയാല. ഉപദേശം പോകൂല, ഒരു ലെവലേശം അത് വേകൂല. എന്റെ നേർക്ക് പോന്നതിന്റെ കാര്യം പോക്ക, ഇത് എന്റെ സ്വന്തം വാക്ക. It's a not a fight. നമ്മൾ സാധാരണ വഴിയേക്കാളും നമ്മൾ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതാണല്ലേ രസം. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു വലയുടെ മണ്ടയ്ക്ക് കയറണം. ഇവിടാണ് ഒറിജിനൽ വഴി. നമുക്ക് ഇനി അടുത്ത മണ്ടയ്ക്കോട്ട് കയറാം. ഇവിടെ കൂടെ ചെരുപ്പ് ഞാൻ കൈ പിടിച്ചു, കാരണം സ്ലിപ്പാകുന്നുണ്ട് ഈ ചെരുപ്പ്. റിസ്ക്കാണ്. സ്ലിപ്പായി കഴിഞ്ഞാൽ ഇപ്പം സ്ലിപ്പായി കഴിഞ്ഞാൽ കൈയിരിക്കുന്ന ഫോണും പോവും, അതുപോലെ തന്നെ ചെരുപ്പും പോകുമ്പോൾ. ഇവിടെ നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. പയ്യെ 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 അഡ്വഞ്ചേഴ്സ് കാണിച്ചിട്ടുണ്ട് നമുക്ക്. നമ്മൾ അഡ്വഞ്ചേഴ്സ് കാണിച്ചിട്ട് ഇവിടെ ഇനി നമുക്ക് ചെരുപ്പിടാം. ഇവിടെ ഒന്നാണ് ഒറിജിനൽ പാത. നമ്മൾ ഒത്തിരി ഡിഫറൻസ് ഉണ്ട് ഒറിജിനൽ പാതയായിട്ട്. ഒറിജിനൽ പാത എല്ലാവരും പോയി 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 കഴിഞ്ഞ് നടക്കുമല്ലേ, നമുക്കാണ് ഇങ്ങനത്തെ പാതയാണ്. നമ്മൾ പോയിപ്പോൾ എത്തും കേട്ടോ. അവിടെ അതുകൊണ്ട് എത്തി എത്താൻ പോകുന്നു. ഒറിജിനൽ പാത അന്ന്, നമ്മുടെ ഭാഗം ഇന്ന്. നമ്മളാണ് ഫുൾ അഡ്വഞ്ചർ. അത് നമ്മൾക്കറിയില്ല. സരിഗമപദനിന്റെ നേർക്ക് പോന്നതിന്റെ കാര്യം പോക്ക, ഇത് എന്റെ സ്വന്തം വാക്ക. It's a not a fight. ഇവിടെ നിന്നാ അങ്ങ് വരെ കാണാം കേട്ടോ. ഇവിടെ നിന്നാ അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് പോലുള്ള അവസ്ഥ എന്നാലും ചോദിക്കുക. നമുക്ക് അതിൻ്റെ മണ്ടയ്ക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ഉള്ളിൽ സെറ്റ് വ്യൂ അങ്ങ് മൊത്തം ഇവിടെ മലകളാണ്. അത് കുറേ വീടൊക്കെ ഉണ്ട് കേട്ടോ. സെറ്റാണ് ഇവിടുത്തെ വ്യൂ. മറ്റേ അല്ല എന്താണ്ട് കൃഷിയല്ലേ അത്, ഇതന്നെ കാപ്പിയോ തേയില കൃഷി. ഇതന്നെ അതിന് വേണ്ടിയൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇട്ടപ്പോൾ വെള്ളം പോകാനായിരിക്കും അത്.
എന്തായാലും സെറ്റ്. ഇങ്ങോട്ട് വരാൻ വേറെ ഒരു വഴിയില്ല കേട്ടോ. ഒറിജിനൽ പാതയല്ല, നമുക്ക് വേറെ വഴി സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒറിജിനൽ പാതയിൽ കൂടെ തന്നെയാണ് വന്നത്. ഇവിടെ എന്തുവാ, ഇവിടെയാണ് സാധനമൊക്കെ ചെപ്പുണ്ട്. ഇവിടെ ഉണ്ടോ ഇതെന്താണ്? ഇവിടെ കമ്പിയൊക്കെ ഇട്ട് സെറ്റാക്കി ഇപ്പോൾ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പോയിരിക്കാൻ വേണ്ടി ആയിരിക്കും. സത്യത്തിലുള്ള വഴി അതാണ്. അപ്പോൾ നമ്മൾ ഇതുവഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫുൾ അഡ്വഞ്ചറസ് ആണ്. ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ തീർന്നു. ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ അടിച്ചടിച്ചടിച്ചിട്ട് അങ്ങ് പോകും. ഒരു രക്ഷയില്ലാത്ത പ്ലേസ് ആയിട്ടില്ല. അവിടെ ഒക്കെ വന്ന് വീട് വെക്കണം അല്ലേ, വൈബ്. ആ വീട്ടിലൊക്കെ താമസിക്കണം, അങ്ങനെ വൈബായിരിക്കും. കല്ലുണ്ട് 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 അതുകൊണ്ട് നമുക്ക് പയ്യെ പോകും. ഇതാണ് തങ്കൾ പാറ. അടുത്തെത്തി. ശക്തത പാലിക്കുക. ഇവിടെ വീഡിയോ എടുക്കാമെന്ന് അറിയത്തില്ല കേട്ടോ. പഞ്ചായത്തൊക്കെ ഇരിക്കുന്നു. എൻ്റെ മോനെ, അവിടുത്തെ ഇത് കണ്ടോ സെറ്റ്. അവിടെ കൂടെ വണ്ടി വന്ന് ഇവിടെ കേൾക്കാം. ഇത് കണ്ടോ അവിടുത്തെ അത് കൊള്ളാം സെറ്റ്. നമുക്ക് ഇങ്ങോട്ട് ചെരുപ്പിടാൻ പറ്റത്തില്ല. സംതിങ് പുണ്യപുരാതനമായ സ്ഥലമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം. ഇവിടെയൊക്കെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ സ്റ്റെപ്പിന് വേണ്ടി പണി വെച്ചേക്കുന്നോ. എന്തായാലും ഞാൻ ഇതൊരു കയറി അല്ലാണ്ട് കൊണ്ടുവച്ചാണ്. നമുക്കറിയത്തില്ല എന്താണെന്ന്. ഓഷ്, നമ്മളിപ്പോൾ ഇവിടം വരെ കയറിയിട്ടുണ്ട്. ഓക്കെ സെറ്റ്. വൈബ് വൈബാണേ വൈബാണേ വൈബാണേ. വറ്റാത്ത കിണറിൽ നിന്ന് വെള്ളം എടുത്തോണ്ടിരിക്കുകയാണ്. കണ്ടിട്ടുണ്ട്, തണുത്തുള്ളതാണ്. അടിപൊളി വെള്ളമാണ്, നല്ല തണുപ്പ് വെള്ളത്തിന്. തങ്കൾപ്പാറയിൽ ഇവിടെ ഒരു കബറുണ്ട്, അതുപോലെ തന്നെ പാറ, കിണർ അതൊക്കെയാണ്. ഇത്രയും പാറയുടെ മണ്ടയ്ക്കാണത്. അതിനുവേണ്ടിയാണ് കയറി വന്നത്. നമ്മൾ പോരാ. ഇവിടെ നമ്മൾ നമ്മുടെ ചാനലിൻ്റെ പേര് എഴുതാൻ പോവാണ്.
ടി വരെ എഴുതുള്ളൂ. ECHK അയ്യോ റെസ്റ്റോറൻറ്റ് ഈ വരെ എഴുതി R അളിയ സെറ്റ്. നമ്മളെ പേര് എഴുതിയാണ്ട പറയല്ലോ. പോയോ ആണ്ട പവർ നമ്മുടെ സാധാ കടലില്ലേ അതിനേക്കാളും 150 ഇത്രയോ മീറ്റർ എങ്ങാണ്ട് 1000 തന്നോ. അപ്പോൾ അത്രയും മീറ്റർ പൊക്കത്തില്ല. എന്നാലും നമ്മുടെ പറ്റാത്ത കിണറിനകത്ത് വെള്ളമുണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. കിഡിലെ സാധനം കേട്ടോ, ഒരു രക്ഷയില്ല അത്. കാരണം അവിടെ മാത്രം ഒരു കായലിൻ്റെ കൂട്ടൊക്കെ തോന്നുന്നുണ്ട്. അടിപൊളി. തിരിച്ചു വന്ന് നമ്മൾ നേരായ പാതയിലൂടെയാണ്. അടിപൊളി കാറ്റ്. നമ്മൾ ഇനി നേരായ മാർഗം സ്വീകരിക്കുകയാണ്. അയ്യോ ഇങ്ങോട്ട് വന്നത് വേറെ ലെവലായിരുന്നു. അവിടെ നിന്ന് നേരായ പാതയിലാണ്. ഇത് തിരിച്ചു വരാനുള്ള വഴി വെച്ചിട്ടില്ല. ഇങ്ങോട്ട് വരെയുള്ള ആരും മാറിയിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് ഇറങ്ങാനുള്ളൊരിടില്ല. അത് നമ്മൾ പോയി അതുവഴി തന്നെ പോലെ തങ്കൽപ്പാറയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണേ. സെറ്റ് അടിപൊളി ഒരു കാഴ്ചയായിരുന്നു. അതുപോലെ തന്നെ കാറ്റ് നിങ്ങൾ പറയാൻ പറ്റത്തില്ല. കാറ്റ് നിങ്ങൾ കേൾക്കുന്നുണ്ടോന്ന്. അതുപോലെ നല്ല രീതിയിലുള്ള വെയിലുണ്ട്. ഇവിടുത്തെ വ്യൂ ഉണ്ടോ അടിപൊളി. എന്തായാലും വേറെ ലെവലാണ്. ഇവിടെ ഒരു പാറ മാത്രമുള്ള സത്യത്തിൽ നമുക്ക് എന്തുവാ അറിയപ്പെടുന്നത്. ബട്ട് ഇവിടെ കയറുന്ന സ്ഥലമല്ല, ഒരു വേറെ ലെവല് വൈബ്. കാണാനായിട്ട് ഒരു രക്ഷയില്ലാത്ത പ്ലേസുകൾ നോക്കിയേ. അവിടുന്ന് അങ്ങോട്ട് പോകാണ്ട ഇത് കാണാൻ തന്നെ വേറൊരു രസമാണ്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളും. അപ്പോൾ ഇവിടോട്ടൊക്കെ വരുന്നവരൊക്കെ ഇങ്ങോട്ടൊക്കെ ഒന്ന് പറഞ്ഞം കേട്ടോ. വൈബ് പ്ലേസ്. ഇതാണ് ഇനി ഒരു ടാസ്ക്. ഇറങ്ങുന്നതാണ്. ചെരുപ്പൂരിന്നായിരിക്കും മെന. നമ്മൾ ചെരുപ്പൂര് താഴോട്ട് ഇറങ്ങിയല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വാഗമൺ കുരിശുമലയിലാണ്. അവിടെ ചുമ്മാ ഇങ്ങനെ വന്നതാണ്. അവിടെ ഇരിക്കാനൊക്കെ നമ്മളിവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ചുമ്മാറിന്ന് റെസ്റ്റ് എടുക്കുവാണ്. ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഐസ്ക്രീം ഒക്കെ തന്നെ ഇവിടെ റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കുരിശുമലയിലെ വ്യൂസ്. കുറച്ചേ ഉള്ളൂ കേട്ടോ. ചുമ്മാ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ് വന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ പോവാണ്. അടുത്ത മൊട്ടക്കുന്നിലോട്ടാണ് പോകാൻ പോകുന്നത്. അതിന് മുമ്പ് എവിടെയെങ്കിലും കയറുമോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും എങ്ങോട്ടേലൊക്കെ പോവില്ല. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ.
അപ്പം നമ്മളിപ്പോൾ ഉള്ളത് വാഗമണെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോടിയ ഒരു സ്ഥലമാണ് മൊട്ടക്കുന്ന്. അവിടെ ആണുള്ളത്. നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല ഒത്തിരി വണ്ടികളൊക്കെ ഉണ്ട്. മൂഡ് പോണ്. അവിടെ നിനക്കൊരു രാജനെ വാഴാം. മത്സ്യകന്യകമാർ നടനമാടുന്നതെങ്ങും കാണാം. മതി വരുവോളം ഇനിയും നുകർന്നു സ്വപ്നങ്ങൾ കാണാം. സ്വപ്നങ്ങൾ കാണാം, സ്വപ്നങ്ങൾ കാണാം. കാണാ കാഴ്ചകൾ കാണാം. കടലിനും അക്കരെ കാണാം. കാണാം 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 മറുകര കാണാം. കര കാണാം, കര കാണാം. ഏഴാം കടലിനും അക്കരെ കാണാം. വാ വാ കര കാണാം. വാ വാ കര കാണാം. വാ വാ കര കാണാം. ഏഴാം കടലിനും അക്കരെ കാണാം. ഇതാണ് പൈൻ മരം. കണ്ടോ, മണ്ടയ്ക്ക് ഒരുമാതിരി താണ്ട ഇതുപോലത്തെ വേണ്ട, ഇതുപോലത്തെ മണ്ടയ്ക്ക്. ഇതാണ് പൈൻ മരം. ഇവിടെ മൊത്തം അതാണ്. അടങ്ങുന്നി ഒതുങ്ങുന്നി എത്താത്ത കൊമ്പിലെ പിടിവിടുന്നി. അടങ്ങുന്നി ഒതുങ്ങുന്നി ഇനിമതി ഇനിമതി ഉറങ്ങുന്നി. നിന്നെ കൊണ്ടൊക്കില്ല എന്തൊക്കെ തൊഴിഞ്ഞാലും അക്കരയെത്തില്ല. അതിനേക്കാൾ ശാശ്വതം ഇവിടുത്തെ ജീവിതം. നാം ഒന്നും നമുക്കൊന്ന് കൂട്ടത്തിന് പണിയിട്ട് ഇനി മതി കഥ മതി. ഇതാണ് ഒരു പൈൻ മരത്തിൻ്റെ ഇല. ഇലയെല്ലാം ഒരു ഇതുപോലെ നിൽക്കുന്നില്ല, ഏതാണ്ട് ഇതുപോലെ. അതാണ് ഇത്. എന്തേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ എവിടെ നോക്കിയാലും ഈ മരം തന്നെ. ആണ്ട് ഇതാണ് മരം. കണ്ട, സെറ്റാണ് മരം. അതിൻ്റേതായ ഒരു മണവും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ അറ്റത്തെ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇതുമായിട്ട് ബന്ധമില്ലെന്ന് തോന്നുന്നു. ഇതുവഴിയൊക്കെ പോകാൻ പറ്റും. ഇനി അത് എവിടെ ചെന്ന് കയറുമെന്ന് അറിയത്തില്ല. ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ, വേറെ കാണാനൊന്നുമില്ല. ഇതിങ്ങനെ കുറേ മരങ്ങൾ, അതിനകത്തൂടെ ഓരോരോ ഇടയ്ക്കൂടെ ഒക്കെ പോവാം. അത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഞാൻ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുമ്പോൾ. കണ്ടോ, ഇവിടെ വേറെ ഇനി ഒന്നുമില്ല. അപ്പം നമ്മൾ പോവാൻ പോകും. ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ, ഇതെല്ലാം ഒരുമിച്ച് ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. കണ്ടോ കണ്ടോ, നട്ടേക്കുന്നതാണ് ഇത്. കളിച്ച് നിൽക്കുന്നില്ല, നട്ടേക്കുന്നു. ഓ, ഇത് കൃത്രിമ ഫോറസ്റ്റ് ആണ്. ഇത് ഞാൻ വിചാരിച്ച് തന്നെ പൊട്ടി കളിച്ച് വന്നേക്കും.
അപ്പം നമ്മൾ പൈൻമരത്തിൻ്റെ ഇടക്കൊക്കെ നിന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പം വേറെ എന്തെങ്കിലുമൊക്കെ രാത്രി കാണിക്കാൻ പറ്റുന്നെങ്കിൽ കാണിക്കാം. കര കാണണം, കര കാണണം, കര കാണണം, മറുകര കാണണം, കര കാണണം, കര കാണണം, ഏഴാം കടലിനും അക്കരെ കാണണം. വാ വാ കര കാണണം, വാ വാ കര കാണണം, വാ വാ കര കാണണം, ഏഴാം കടലിനും അക്കരെ കാണണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ നമ്മൾ ഇന്നലെ രാത്രിയിലായി വന്നപ്പം ഏകദേശം ഒരു 10-11 മണിയായി വന്നപ്പം. അപ്പം അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ചൊന്നും ഇൻട്രോ എടുക്കാനൊന്നും പറ്റിയില്ല. നല്ലൊരു വ്ളോഗ് ആയിരുന്നു. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മറ്റേ പരുന്തുംപാറയിൽ പോയത്, ഭയങ്കര കാറ്റുള്ള അവിടെ പോയി ഒരു രക്ഷയില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ട്രിപ്പ് ആദ്യമായിട്ടാണ് പോകുന്നത് എല്ലാവരും കൂടെ. നമ്മൾ ട്രാവലറിനകത്താണ് പോയത്. ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ ട്രാവലറിനകത്താണ് പോയത്. അതുപോലെ നമ്മൾ ആ പരുന്തുംപാറയിൽ ഇച്ചിരി കൂടെ താമസിച്ച് പോകണമായിരുന്നു. നമ്മൾ നല്ല നേരത്തെയാണ് പോയത്. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിരുന്നു, അതുപോലെ ഭയങ്കര കാറ്റും. പക്ഷെ ഒരു ഉച്ച സമയം ആ ഒരു റേഞ്ചിലാണ് പോയായിരുന്നെങ്കിൽ നമുക്ക് തണുപ്പും ആസ്വദിക്കായിരുന്നു, അതുപോലെ തന്നെ ചൂടും ആസ്വദിക്കായിരുന്നു. നല്ല ആ ഒരു കാറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യായിരുന്നു. പക്ഷെ അതൊരു ആശ കിഡിലായിരുന്നു. ആ ഒരു സ്ഥലം പൊളിയായിരുന്നു. പിന്നെ തങ്ങൾ പറയും വേറെ ലെവലായിരുന്നു. അവിടെ നല്ല കയറി പോയത് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാൻ ചെല്ലുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ പറ്റിയ ചെറിയൊരു പണി കാണണമെങ്കിൽ വീഡിയോ താഴത്തുണ്ട്, ചെല്ലുക, അതും കാണുക. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്ഥലമാണോ അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ശരി, ദിസ് ഈസ് അപ്പട്ടക്കർ സ്മിക്ഷ്നജിത്ത് സൈനിങ് ഔട്ട്. ഇല്ലതു തുടരട്ടെ, എല്ലാ ഹേറ്റേഴ്സ് പോരട്ടെ. ഈ കളി ഫെയിലാകണത് നീ തന്നെ, ക്രോസന്റെ മത്സരം എന്നോട് തന്നെ.